10,000 രൂപ ബഡ്ജറ്റിലാണ് Redmi 9 Prime ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമ്മൾ ഒരുപാട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നില്ല. ഒരു മീഡിയം ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 10,000 രൂപയുടെ ഫോണാണിത്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കളിച്ച് നോക്കാൻ പോകുന്നത് Callofduty എന്ന ഗെയിമാണ്. അതിനുശേഷം PESS 2020, Asphalt 9, FreeFire എന്ന ഗെയിമുകൾ നമ്മൾ Redmi 9 Prime കളിച്ച് നോക്കും. അതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി Redmi 9 Primeൻ്റെ ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. ഗെയിം കളിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 33 ഡിഗ്രിയാണ്. ഫോണിലിപ്പോൾ നിലവിൽ 66% ചാർജാണുള്ളത്. നമുക്ക് ആദ്യം തന്നെ Callofduty എന്ന ഗെയിം കളിച്ച് നോക്കാം. $10,000 രൂപ ബഡ്ജറ്റിലാണ് Redmi 9 Prime ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ബേസ് വേരിയൻ്റാണ് 10,000 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതോടൊപ്പം Tek Helio G80 പ്രോസസ്സറിൻ്റെ പെർഫോമൻസും നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടും. 5020 mAh ബാറ്ററി പവറാണ് ഈ ഒരു ഡിവൈസിലുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കാനായിട്ട് ഈ ഡിവൈസിൽ സാധിക്കും. ഈ ഒരു ഡിവൈസിൽ 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടഡ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെയാണ് നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിലെ മാർക്കറ്റ് കണ്ടീഷനിൽ. Redmi 9 Prime ഒരു സെമി ഗെയിമിംഗ് ഡിവൈസാണ്. നമുക്ക് ഏറ്റവും നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി ഗെയിം കളിക്കാൻ സാധിക്കുന്ന ഒരു മോഡലല്ല ഈ ഒരു Redmi 9 Prime എന്ന് പറയുന്ന മോഡൽ. തീരെ ടൈറ്റായിട്ടുള്ള ബഡ്ജറ്റിൽ ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് മാത്രമാണ് Redmi 9 Prime ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ഇത്തരം ഒരു ഡിവൈസിൽ നമുക്കൊരു ആവറേജ് ഗെയിമിംഗ് ആണ് തീർച്ചയായിട്ടും ലഭിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും AMOLED ഡിസ്പ്ലേ അങ്ങനത്തെ നല്ല ഡിസ്പ്ലേകളൊന്നുമല്ല ഈ ഒരു ഡിവൈസിൽ വരിക. അതുപോലെ തന്നെ ചിപ്സെറ്റ് ആണെങ്കിലും കുറച്ച് പിന്നിലേക്കുള്ള ചിപ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജനറൽ യൂസിനൊക്കെ നമുക്ക് ഹാങ് ഇല്ലാതെ യൂസ് ചെയ്യാനുള്ളൊരു ഡിവൈസ്. അത്രയാണ് ഈ ഒരു ഡിവൈസ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് Callofduty കളിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ ലാഗും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഇല്ല. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Callofduty Redmi 9 Prime കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. The revived flight will arrive in 1 minute. Engaging the enemies. Enemy down. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് Callofduty Redmi 9 Prime കളിച്ചു. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ലെവൽ 40-41 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ എന്തായാലും ഇത്തരം ഡിവൈസുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കളിക്കാൻ തുടങ്ങുമ്പോൾ 66% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 61% ചാർജാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 5% ചാർജാണ് ഈ ഒരു 20 മിനിറ്റ് സമയം നമ്മൾ Callofduty കളിച്ചപ്പോൾ Redmi 9 Prime കൺസ്യൂം ചെയ്തത്. ഇനി നമുക്ക് Asphalt 9 എന്ന റേസിംഗ് ഗെയിം ഒന്ന് Redmi 9 Prime കളിച്ച് നോക്കാം. നല്ല ഗ്രാഫിക്സ് എക്സ്പീരിയൻസോട് കൂടി നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Asphalt 9 Redmi 9 Prime കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ Asphalt 9 പോലത്തെ റേസിംഗ് ഗെയിംസൊക്കെ കളിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും ഈ ഒരു ഡിവൈസിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല.
PESS Redmi 9 Prime കളിച്ചു നോക്കാം. നമുക്ക് യാതൊരു ഇഷ്യൂ ഇല്ലാതെ തന്നെ PESS കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ നമ്മൾ ഗെയിം കളിക്കുന്നതിനിടയിൽ കാണുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു ഇഷ്യൂ ഒന്നല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു ബഡ്ജറ്റിൽ പറ്റുന്ന ഒരു ഗെയിമിങ് നമുക്ക് ഈ ഒരു ഡിവൈസിന് സാധിക്കുന്നുണ്ട്. നമ്മൾ അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് ഫ്രീ ഫയർ എന്ന ഗെയിമാണ്. ഫ്രീ ഫയർ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് Redmi 9 പ്രൈമിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും ബഡ്ജറ്റ് കുറവിൽ ഒരു ഗെയിമിംഗ് ഫോൺ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് Redmi 9 പ്രൈം. കാരണം 10,000 രൂപ ബഡ്ജറ്റുള്ളൂ, 5020 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത മീഡിയാടെക്കിൻ്റെ Helio G80 ചിപ്സെറ്റും ഈ ഒരു പ്രൈസിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിന് അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 6.53 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളൊരു എക്സ്ട്രീം ലെവൽ ഓഫ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. 10,000 രൂപയുടെ ഒരു പെർഫോമൻസ്, ഒരു ഗെയിമിംഗ് ഡിവൈസിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും Redmi 9 പ്രൈമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 25 മിനിറ്റ് കൂടിയും ഗെയിം കളിച്ചു. നേരത്തെ 61% ചാർജ്, ഇപ്പോൾ 54%. ഏകദേശം 7% ചാർജാണ് ഈ ഒരു ടൈമിൽ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹീറ്റിങ്ങും നമ്മൾ പൊതുവെ ഗെയിം കളിക്കുമ്പോൾ ഒരുവിധം ഡിവൈസുകളിൽ കാണുന്ന ഒരു ഹീറ്റിംഗ് തന്നെയാണ് ഈ ഒരു ഡിവൈസിലും കാണുന്നത്. അറൗണ്ട് 42 ഡിഗ്രി വരെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഹീറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് Redmi 9 പ്രൈമിൽ ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അതായത് ഗെയിമിങ്ങിന് നമുക്ക് അത്യാവശ്യം ബാറ്ററി, അതുപോലെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, അത്യാവശ്യം സൈസുള്ള ഡിസ്പ്ലേ, അങ്ങനെ എല്ലാ ഫാക്ടർ കൊണ്ടും ഒരുവിധം സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.